Meet the editors. സർക്കാരിന്റെ രക്ഷാപ്രവർത്തനമോ എന്നാണ് ചോദ്യം. സ്മൃതി, ഏറ്റവും ഒടുവിൽ പീച്ചിയിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അന്ന് SHO ആയിരുന്ന, ഇപ്പോൾ കടവന്ത്രയിലെ CA ആയി ജോലി ചെയ്യുന്ന രതീഷിനെതിരെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. 15 ദിവസത്തിനകം മറുപടി നൽകണം. നേരത്തെ കുന്നംകുളത്തെ പോലീസുകാരെയാണെങ്കിൽ ഇപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവരെ ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. ആലപ്പുഴയിലെ DYSP മധുബാബു അടക്കം സർവീസിൽ ഇപ്പോഴും തുടരുകയാണ്. രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയാം ഒരർത്ഥത്തിൽ. അല്ലെങ്കിൽ എവിടെ നിന്ന് നടപടി തുടങ്ങണം, അല്ലെങ്കിൽ നടപടി എടുത്തു കഴിഞ്ഞാൽ ഇനിയും പരാതി വരുമല്ലോ, ഇനിയും ദൃശ്യങ്ങൾ വരുമല്ലോ എന്നുള്ള ആശങ്കയായിരിക്കാം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഒരു വാചകം ഞാൻ വായിക്കാം. എനിക്ക് ചിലത് പറയാൻ തോന്നുന്നുണ്ട്, പക്ഷെ പറയാതിരിക്കുകയാണ് ഞാൻ. അതെവിടെ പറഞ്ഞതാണ്? പാലക്കാട് ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. പാലക്കാട് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം നടത്തിയ വ്യവസായ സമ്മിറ്റിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാൻ തോന്നുന്നത്? പരിപാടിക്ക് ആളില്ല. പരിപാടിക്ക് ആളെത്താത്തത് കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ രോഷമാണ് ഈ വാചകമായി വരുന്നത്. അപ്പോൾ ഇത്രയും വിപുലമായൊരു പരിപാടി ആ ഗൗരവത്തിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ള സംശയമാണ് എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്. അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ആ രോഷം അദ്ദേഹം ആത്മനിയന്ത്രണത്തിലൂടെ അങ്ങോട്ട് പിടിച്ചു വെക്കുകയാണ് ആ രോഷം. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി. ഇത്രയും ദിവസമായി, ഇന്നേക്ക് 6-ാം ദിവസമാണ്, 2-ാം തീയതിയാണ് ഈ പറഞ്ഞ സുജിത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കേരളം കാണുന്നത്. അതിനു മുൻപ് തന്നെ ആ ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സുജിത്തിൻ്റെ സമരം, നിയമ നടപടികൾ മുന്നോട്ട് പോവുകയായിരുന്നു. നമ്മൾ കാണുന്നത് 2-ാം തീയതിയാണ്. ആ ദൃശ്യം വന്ന് ഇന്നേക്ക് 6-ാം ദിവസമാവുകയാണ്. ഈ നിമിഷം വരെ ആഭ്യന്തരമന്ത്രി കേരളത്തോട് പ്രതികരിച്ചിട്ടില്ല. ഇവിടെ പ്രതിപക്ഷം തെരുവിലാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസ് എല്ലായിടത്തും സമരങ്ങൾ നടത്തുന്നുണ്ട്. ഈ ആക്രമിച്ച പോലീസുകാരുടെ വീടുകളിലേക്ക് സമരം നടത്തുന്നുണ്ട്. സുജിത്തിനെ പ്രധാനപ്പെട്ട നേതാക്കൾ പോയി കണ്ട് അവിടെ പ്രതികരിക്കുന്നുണ്ട്. BJP സുരേഷ് ഗോപി പറയുന്നു ഇവിടെ കേരളത്തിൽ അടിയന്തരാവസ്ഥയാണെന്ന്. ഇത്രയുമൊക്കെ പ്രതികരണങ്ങൾ ഇവിടെ വരുമ്പോൾ ന്യായീകരണം ആണെങ്കിലും അല്ലെങ്കിലും എന്തെങ്കിലും ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് നടത്തേണ്ടതാണ്. അത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്, ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ പ്രയോറിറ്റി എന്താണ്, ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി എന്താണ് എന്ന് കാണിക്കുന്ന കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ നടപടി ഉണ്ടായേക്കും എന്നുള്ള പ്രതികരണം നൽകിയത് മന്ത്രി ശിവൻകുട്ടിയാണ്, വിദ്യാഭ്യാസ മന്ത്രിയാണ്. പക്ഷേ അതേ മന്ത്രി ഇന്നലെ എന്തൊക്കെയോ ആണ് പറഞ്ഞത്. ഇന്നലെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ എന്താണ്, മന്ത്രിമാർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ചെയ്യിക്കുന്നല്ലോ ഒന്നോ അങ്ങനെ എന്തോ ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഇന്നായപ്പോഴേക്കും നടപടി ഉണ്ടാകും, തക്ക ശിക്ഷ ഉണ്ടാകും എന്നുള്ള പ്രതികരണം വരുന്നു. പക്ഷേ എവിടെ നിന്ന് ശിക്ഷ തുടങ്ങും? നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? പരാതി ഉയർന്നിട്ട് പരാതിയിൽ അന്വേഷണം നടത്തി ജില്ലാ പോലീസ് മേധാവി തന്നെ റിപ്പോർട്ട് നൽകി. അതായത് ഈ പോലീസുകാരനെതിരെ നടപടി വേണമെന്ന് DGPക്ക് റിപ്പോർട്ട് നൽകിയിട്ടും 13 വർഷങ്ങൾക്കിപ്പുറവും DYSP സ്ഥാനത്തിരിക്കുന്ന മധുവിനെയാണ്, എന്താ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ്? മധുബാബുവിനെയാണ് നമ്മൾ കാണുന്നത്. ഇനി പറഞ്ഞാൽ മറ്റേ രതീഷിന്റെ കാര്യത്തിലാണെങ്കിൽ, രതീഷ് ഇപ്പോൾ SP സ്ഥാനത്താണ് ഇരിക്കുന്നത്. രതീഷിന്റെ കാര്യത്തിൽ CA അല്ലേ? CAയുടെ സ്ഥാനത്താണ് ഇരിക്കുന്നത്. രതീഷിന്റെ കാര്യത്തിൽ രതീഷ് ഇന്ന് നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. രതീഷ് പറയുന്നത് അന്ന് തന്നെ എനിക്ക് ശിക്ഷ കിട്ടിയതാണല്ലോ, ഇപ്പോൾ ഈ ചർച്ച വരുന്നതിൽ അദ്ദേഹത്തിന് സംശയമുണ്ട് അത്രേ. അതെന്താണ് ശിക്ഷ? തൃശ്ശൂർ തന്നെ മറ്റൊരു സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കിട്ടുകയാണ് ശിക്ഷ. അപ്പോൾ ഇത് ആരെയാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്? ജനങ്ങളെ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇതിനെ ഇത്ര ഗൗരവത്തിലുള്ള ദൃശ്യങ്ങൾ വന്നിട്ടും, ജനങ്ങളെ ബാധിക്കുന്ന ഇത്രയും ഗൗരവത്തിലുള്ള വിഷയം വന്നിട്ടും അതിനോട് പ്രതികരിക്കാതിരിക്കുന്നത് ജനങ്ങളെ അത്ര വിലയെ കൽപ്പിക്കുന്നുള്ളൂ, ജനങ്ങളെ പുച്ഛത്തോടെ കാണുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേറെ ചില സോഷ്യൽ എഞ്ചിനീയറിംഗ് മതി എന്നൊരു ആത്മവിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി 1 വർഷം കൂടിയേ ഉള്ളൂ. ഈ 1 വർഷത്തിനിടയ്ക്ക് ഞങ്ങളിതാ വികസനം കൊണ്ട് ഈ കേരളത്തെ അങ്ങനെ പൂങ്കാവനമാക്കിയെന്നും, ഇങ്ങനെ വനിതാ മതിൽ നിന്ന് ഞങ്ങളിതാ അയ്യപ്പ സംഗമത്തിലേക്ക് പോകുമ്പോൾ ഇതാ മുഴുവൻ സമുദായ നേതാക്കളും ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന ആത്മവിശ്വാസമാണെങ്കിൽ ആ ആത്മവിശ്വാസം കയ്യിൽ വെച്ചാൽ മതി. ആ ആത്മവിശ്വാസത്തിൽ ജയിക്കാൻ സാധിക്കില്ല. ജനങ്ങൾ ഇവിടെ വോട്ട് ചെയ്യണമെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി പ്രതികരിക്കുന്ന സർക്കാരായിരിക്കണം. ഇവിടെ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷനുകൾ നടക്കാൻ പറ്റാത്ത രീതിയിൽ, അവിടെ എക്യുപ്മെന്റ്സ് കിട്ടാത്ത രീതിയിൽ, അവിടെ കടം വന്ന് മുടിഞ്ഞ് അവിടെ ഓപ്പറേഷനുകൾ നടക്കാത്ത കാര്യങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മൾ കേൾക്കുന്നു. വേറെയും തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കേൾക്കുന്നു. പലയിടത്തായ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ, ജനങ്ങളെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ ഞങ്ങളിതാ വികസനം കൊണ്ട് വന്നു, പൂമത്തെ പോലുള്ള റോഡ് ഇതാ നടക്കുന്നു, റോഡിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് പറയുന്നു. നമ്മൾ പൂമത്തിലൂടെ എല്ലാം പോകുന്നത്, നമ്മൾ റോഡിൽ നടക്കുമ്പോൾ കാണുന്നതാണ്. ഇവിടെ സർക്കാർ എല്ലാ തരത്തിലും വികസനമാണ് നടപ്പാക്കുന്നതെന്നും എല്ലാ സമുദായ നേതാക്കളും ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഇനിയും ജയിക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസം അവിടെ നിൽക്കുകയുള്ളൂ. ഇനി പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു അവിഹിത കഥയിൽ ഇനിയും ജയിച്ചു കയറാമെന്നുള്ളതാണ് വിചാരമെങ്കിൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ഒരു വിഷയം എടുത്തിട്ട് അതല്ല ജനങ്ങൾ ഇവിടെ വിലയിരുത്തുക. ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയം തന്നെയാണ് ഇത്. ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. നിങ്ങൾ തന്നെയാണ് ഇവിടെ ജനമൈത്രി പോലീസ് എന്ന പോലീസ് സ്റ്റേഷനുകൾക്ക് പേരിട്ടത്. അങ്ങനെയാണെങ്കിൽ അത് ആ രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്. ആ രീതിയിലല്ല പ്രവർത്തിക്കുന്നതെന്നുള്ള
നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഇന്ന് എൻ്റെ ചർച്ചയിൽ CR നീലകണ്ഠൻ പറയുകയായിരുന്നു, നമ്മൾ പല പേരുകളും മറന്നുപോയിട്ടുണ്ട്. വിനായകന്റെ പേര് മറന്നുപോയി, ശ്രീജിത്തിന്റെ പേര് മറന്നുപോയി. അപ്പോൾ വിനായകൻ ശ്രീജിത്തും ഇന്നിപ്പോൾ കുന്നംകുളത്തെ സുജിത്ത്, പീച്ചിയിൽ ഔസേപ്പ്, കൊല്ലത്തെ സജീവ് പാർട്ടി പ്രവർത്തകനാണ്, അദ്ദേഹത്തിന്റെ കഴുത്തിനാണ് പിടിച്ചു തള്ളിയത്. കോഴിക്കോട്ടെ മാമുക്കോയ, കോഴിക്കോട്ടെ വേറെയും 2 യുവാക്കൾ മുസ്തഫയും മുഫീറും. മൂവാറ്റുപുഴയിലെ അമൽ 2025 കേസാണ് കേട്ടോ. 2025 ഒരു കടയിൽ നിന്ന് ബാറ്ററി മോഷണം പോയി എന്ന് പറഞ്ഞിട്ട് അമലിന് കിടന്നിടത്തുനിന്ന് എണീക്കാൻ വയ്യ. മോഷണം പോയി എന്ന് പറഞ്ഞ് അവിടുന്ന് പരാതി ലഭിക്കുന്നു. അവിടെ കണ്ട ഒരു യുവാവിനെ പിടിച്ചു കൊണ്ടുപോകുന്നു, അടിച്ച് പഞ്ചറാക്കുന്നു. അയാളുടെ നട്ടലിലും ഗുരുതരമായ പരിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ കടക്കാർ പറയുന്നു സാധനം മോഷണം പോയിട്ടില്ല, അത് അവിടെ തന്നെയുണ്ട്. എന്നിട്ട് പോലീസിനെതിരെ പരാതി പറഞ്ഞിട്ടും ഇതുവരെ ഒരു നടപടിയും ആ ആരോപണ വിധേയനായ പോലീസിനെതിരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അമലും ഈ പറഞ്ഞ നിയമ പോരാട്ടമായി മുന്നോട്ട് പോവുകയാണ്. അത് 2025 കേസാണ്. ഇനി പത്തനംതിട്ടയിലെ ജയേഷിന്റെ കേസ് നമ്മൾ കണ്ടു. അത് SFI പ്രവർത്തകനാണ്. പന്നിയങ്കരയിലെ മുസ്തഫയും മുഫീറും പോലീസിന്റെ ഇന്നലെ നമ്മൾ വായിച്ച മാമുക്കോയുടെ കഥ. ഇങ്ങനെ ഒരുപാട് കഥകൾ ഇനിയും പറയാനുമുണ്ട്. ഇപ്പോൾ ഇത്തരം ദൃശ്യങ്ങൾ, ഈ സുജിത്ത് ഈ ദൃശ്യത്തിന് വേണ്ടി നിയമ നടപടി അല്ലെങ്കിൽ ദൃശ്യം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന്, വിവരാവകാശ രേഖ പ്രകാരം ശ്രമിക്കുന്നു എന്ന് അറിഞ്ഞ സമയത്ത് ADGP ശ്രീജിത്ത് നൽകിയ സർക്കുലർ നമ്മളിപ്പോൾ വായിക്കുകയാണല്ലോ. ആ സർക്കുലർ എന്താണ്? നിങ്ങൾ ജാഗ്രത പാലിക്കണം. ആ ജാഗ്രത പാലിക്കൽ എന്താണ്? നിങ്ങൾ ഈ ക്യാമറ ഇല്ലാത്തടത്ത് പോയിട്ട് അടിച്ചാൽ മതി എന്നുള്ള ജാഗ്രതയാണോ? നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്നായിരുന്നു ആ സർക്കുലർ എങ്കിൽ ഇനി ഇങ്ങനെ ചീത്തപ്പേരുണ്ടാക്കുന്ന നടപടികളിലേക്ക് കടക്കരുത്, അതിലുള്ള മുൻകരുതൽ ഉണ്ടാകണം എന്നായിരുന്നു ആ സർക്കുലർ എങ്കിൽ നമ്മളതിന് വിശ്വാസം എടുത്തേനെ. പക്ഷേ ജാഗ്രത എന്ന് പറയുന്നത് വേറെ അർത്ഥത്തിലാണ് വരുന്നത്. ഇത് ഇവർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതായത് അധികാരവും സ്വാധീനമില്ലാത്ത പാവങ്ങളെ എന്തും ചെയ്യാം, എവിടെ വിട്ടും ചെയ്യാം എന്നുള്ളതാണ്. ഇന്ന് കോഴിക്കോട് നിന്ന് നമ്മൾ കണ്ട മുസ്തഫയുടെയും മുഫീറിന്റെയും ദൃശ്യം പുറത്തുള്ള ദൃശ്യമാണ്. പുറത്തുനിന്നും പോലീസ് ഉന്തി തള്ളി അകത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അകത്ത് അടിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇതുവരെ നൽകാൻ തയ്യാറായിട്ടില്ല. അതിന് പറയുന്ന മുടന്ന ന്യായവും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി പരിപാടിക്ക് ആളെ കുറഞ്ഞതിന് ഇങ്ങനെ രോഷം കൊണ്ടിട്ട് കാര്യമില്ല. പരിപാടിക്ക് ആളെ കുറയുന്നതിന് കാരണം ഇതെല്ലാം കൂടി ചേർന്നാകാം എന്നുള്ളതാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത്. ദിവസം 6 ആയി, ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ ജനം പ്രതികരിക്കും. അത് തെരഞ്ഞെടുപ്പിലായിരിക്കും. ആന്റോ അഗസ്റ്റിൻ, ഇത് സർക്കാരിന്റെ രക്ഷാപ്രവർത്തനമായി തോന്നുന്നുണ്ടോ? എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു കാര്യം പറയാനുള്ളത്, അങ്ങേക്ക് ഈ കാര്യം മനസ്സിലായില്ല, പിന്നെ ആർക്കാണിത് മനസ്സിലാകുക എന്നുള്ളതാണ്. അങ്ങാണിത് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരാൾ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരളത്തിലെ ഒരു പോലീസുകാരനെ അല്ലെങ്കിൽ പോലീസുകാരൻ ഒരാളെ അടിക്കുകയോ അല്ലെങ്കിൽ ഇടിക്കുകയോ അയാളെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാരോടാണ് പരാതി പറയേണ്ടത്? അതിൽ തൊട്ട് മേലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനോടോ അല്ലെങ്കിൽ SP-നോടോ അല്ലെങ്കിൽ DGP-നോടോ? ഇവരെന്തെങ്കിലും ഈ കാര്യം അറിഞ്ഞാൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം ഇവരെടുത്ത് വീഡിയോ കിട്ടിയതിന് ശേഷം അവരെന്ത് നടപടി സ്വീകരിച്ചു എന്ന് അങ്ങ് മനസ്സിലാക്കേണ്ടതല്ലേ? അങ്ങ് എന്തുകൊണ്ടത് മനസ്സിലാക്കിയില്ല? എന്തുകൊണ്ട് ഇത് മൂടി വെച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് കേരളത്തിൽ ഉടനീളം നടക്കുന്നുണ്ട്. നിങ്ങൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന നരനായാട്ട് എന്താണെന്ന് മുഖ്യമന്ത്രിക്കും സംവിധാനങ്ങൾക്കും അറിയില്ലാഞ്ഞിട്ടല്ല. കാരണം എന്താണ്? നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മനോവത്സരം എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കും, അതുകൊണ്ട് അതിൽ നടപടി സ്വീകരിക്കരുന്നില്ല. അങ്ങനെ ഒരു മനോവീര്യം തകർക്കുന്ന സംവിധാനം കേരളത്തിലില്ലാന്ന്. കാരണം അവർ ചെയ്യുന്ന ജോലിയാണ്. ആ ജോലിയിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ പറയുന്ന ആരാണ്? മുഖ്യമന്ത്രിക്കാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കാണ്. അതിൻ്റെ കൈകാര്യം ചെയ്യുന്ന DGP-ക്കാണ്. അങ്ങനെ ഒരു നിലപാടാണോ കേരളത്തിലെ മുഖ്യമന്ത്രിയും DGP-യും പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ എടുത്തു വരുന്നത്? എനിക്ക് സംശയമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാറ്റം ഈ കാര്യത്തിൽ വരേണ്ടത്. എത്രയോ നാളുകളായി നമ്മളിത് പറയുന്നു. കരുണാകരൻ്റെ കാലത്ത് തുടങ്ങിയ ഉരുട്ടിക്കൊലപാതകങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ. നിങ്ങൾ എത്രയോ സ്ഥലങ്ങളത് പ്രസംഗിക്കുന്നുണ്ട്, നിങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ അത് നിങ്ങളുടെ മുദ്രാവാക്യത്തിൻ്റെ ഭാഗമാക്കുന്നുണ്ട്. പക്ഷേ എന്താണ്? ഇന്നും ആ സംവിധാനം നടക്കുന്നു എന്നുള്ളതല്ലേ? പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇടിക്കുക, കൊണ്ടുപോയി ഉരുട്ടുക, കൊല്ലുക, അതേത് രാജ്യമാണെന്നേ? ഇതിൽ ലോകത്തിന് ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ എന്താണ് ജനങ്ങൾക്ക് വിലയില്ലാത്ത രാജ്യമല്ലല്ലോ കേരളം, ആണോ? അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായി ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ പറ്റണം. അതിനെതിരെ നടപടി സ്വീകരിച്ചിട്ട് ഞങ്ങൾക്ക് ഇതാണ് നിങ്ങൾ ചെയ്ത പരാതിക്കുള്ള ആൻസർ എന്ന് പറഞ്ഞ് നമുക്ക് മറുപടി തരേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ. നിങ്ങൾ ചോദിക്കുന്നതിനേക്കാളും ഭേദം എന്താണ്? മറ്റവൻ്റെ പൈസയും മേടിച്ച് അച്ചാരം മേടിച്ച് നമ്മളെ തല്ലുന്ന അവസ്ഥയാണുള്ളത്. പൊതുവായ ശൈലികൾ മുഴുവൻ നടക്കുന്ന അങ്ങനെയാണ്. 80% പോലീസ് ഉദ്യോഗസ്ഥന്മാരിലും നല്ലവരാണെങ്കിൽ കൂടെ 20% താഴെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാനിക്കുന്ന സംവിധാനം ഉണ്ടല്ലോ. അതെന്ന് പറയുന്നത് കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ നമ്പർ 1 പോലീസ് എന്ന് അഹങ്കരിക്കുന്ന നമുക്കുണ്ടാക്കുന്ന ചീത്തപ്പേര് ചെറുതല്ലാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് അടിക്കുകയാണ്. എന്ത് കാരണത്തിന് അടിക്കുന്നത്? എന്തോ കാരണമായിക്കോട്ടെ, എന്ത് അധികാരമാണ് ഇവർക്ക് അടിക്കാൻ കൊടുത്തിരിക്കുന്നത്? അതൊന്നൊരു CCTV കൊടുക്കാതിരിക്കാൻ എങ്ങനെയുള്ള മാർഗം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇത് കൊടുക്കാതിരിക്കാൻ പറ്റും എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പോലീസാണോ മുഖ്യമന്ത്രി നമുക്ക് വേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. നിങ്ങളുടെ
നിയമസഭയിൽ നിങ്ങൾ ചോര പുരണ്ട ഷർട്ടുമായിട്ട് വന്ന കഥയൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു രാഷ്ട്രീയ നേതാവാണ്, നിങ്ങളൊരു MLA ആണ്. കേരളത്തിലെ സാധാരണക്കാരന് എന്ത് ചെയ്യാൻ പറ്റും? ഏത് രീതിയിലാണ് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഞാനിത് എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി അറിഞ്ഞാണ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷേ എന്താണ്, കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഇത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തരമന്ത്രിക്കുണ്ട്. അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളതാണ്. അത് വേറെ ആരും ഒന്നും ചെയ്തു തരില്ല എന്നുള്ളതാണ്. നമ്മുടെ കീഴിലുള്ള മുഖ്യമന്ത്രി, എൻ്റെ കീഴിലുള്ള പോലീസ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിഷ്കർഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? മുഖ്യമന്ത്രിക്കാണ്, ആഭ്യന്തര വകുപ്പിനാണ്. അത് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ സ്ഥലങ്ങളിലാണ്, എത്രയോ പോലീസ് സ്റ്റേഷനിലാണ് നടക്കുന്നത്. ഒന്നും രണ്ടും അല്ലല്ലോ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ മാലപ്പടക്കം പോലെ വരുന്നതറിയോ? ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ്. ഒരെണ്ണം പൊട്ടാൻ വേണ്ടി ഇരുന്നതാണ്. ഒരെണ്ണം പൊട്ടിയതിന് ശേഷം ഇങ്ങനെ മാലപ്പടക്കം പോലെ ഇത് ഇന്ന് നാളെ മറ്റന്നാൾ അവസാനിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. കുറേ എണ്ണം പുറകെ വരും. കാരണം എന്താണ്? ജനങ്ങൾക്ക് ധൈര്യമില്ല. ആരോടാണെന്ന് വന്ന് പറയേണ്ടത്? പോലീസുകാർക്കെതിരെ പോലീസുകാരോട് പറയേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ പറയുമല്ലോ CI തല്ലിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? SP ഓഫീസിൽ പോയി പറഞ്ഞോളൂ എന്ന് പറയും. DYSP തല്ലിയാൽ SP ഓഫീസിൽ. ഒരു DYSPക്ക് SP ഓഫീസിലുള്ള പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അദ്ദേഹം രാവിലെ ഉച്ചയ്ക്ക് വരുന്ന വൈകുന്നേരം കാണുന്ന SP ആണ് അവിടെ ഇരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഒരു SP നടപ്പിലാക്കുന്ന DYSP ആണ് അവിടെ ഉള്ളത്. അദ്ദേഹത്തിനെ കുറിച്ചൊരു പരാതി കൊണ്ട് SPക്ക് കൊടുത്ത് എന്ത് നടപടി സ്വീകരിക്കാനാണ്? ഒന്നും നടപടി സ്വീകരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ആലപ്പുഴ DSPക്ക് നടപടി സ്വീകരിക്കേണ്ടായിരുന്നോ? ഒന്നും സ്വീകരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പോലീസ് അല്ല വേണ്ടതിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ നടപടി സ്വീകരിക്കുക. എന്നാലല്ലേ മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് ചെയ്യാതിരിക്കുകയുള്ളൂ. നിങ്ങളിങ്ങനെ സംരക്ഷിച്ച് ഒതുക്കി കൂട്ടി നിർത്തിയാൽ ആർക്കെതിരെ ആരാണ് നടപടി സ്വീകരിക്കുക? ആർക്കാ പേടി ഉണ്ടാവുക? ഇനി ഇതിനേക്കാളും വലിയ തല്ല് കിട്ടും ആൾക്കാർ. അപ്പോൾ ഒരു ശൈലി എന്ന് പറയുന്നത് ആർക്കെതിരെ പരാതി കൊടുക്കാൻ പോലും ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. DGPക്ക് കൊടുത്തൊരു കാര്യമുണ്ടോ? മുഖ്യമന്ത്രിക്ക് കൊടുത്ത കാര്യമുണ്ടോ? SP-മാർക്ക് ഒരു പറഞ്ഞിട്ടുണ്ടോ? ഇനി പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം തീർന്നു എന്നുള്ളതാണ്. കയറി ഇറങ്ങി മടുക്കും. അവൻ്റെ തെളിവെടുപ്പ് ആർക്കെതിരെ സ്വന്തം തല്ല് കിട്ടിയിട്ട് അതാ പറഞ്ഞത്. പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ ഒരു പരാതി കൊടുത്തു നോക്കുക, പറയാം. അത് കഴിഞ്ഞാൽ തെളിവെടുപ്പിന് വിളിച്ചിട്ട് ഈ പോലീസുകാരനെ അപ്പുറം ഇരുത്തിട്ട് നമ്മളെ പഠിപ്പിക്കും. നീ എന്താ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, ഇതേനെ കൂടും കൂടെ. ഇതാണ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ഒരു സംവിധാനമില്ലാന്നേ പോലീസിൽ. നമ്മൾ കൈക്കൂലി മേടിക്കുന്നവരെ പിടിക്കാൻ വേണ്ടി വിജിലൻസ് ഉണ്ട് ഇല്ലേ? അടിക്കുന്നവനെ പിടിക്കാൻ എവിടെയാണ് നിയമമുള്ളത്? കോടതിയോ? കോടതി പറ്റുള്ളൂ. ഏത് CCTV ഇല്ലാത്ത ഇടിമുറിയിൽ കൊണ്ട് ഇടിച്ച് കൂട്ടിയതിൻ്റെ നമ്മൾ തെളിവുണ്ടാക്കാൻ പോകണം. നമ്മൾ വിവരാവകാശം കൊടുത്തിട്ട് ദൈവം സഹായിച്ചിട്ട് ആ പയ്യനൊക്കെ CCTV കിട്ടിയില്ലേ? 1000-ൽ ഒരെണ്ണമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? 1000-ൽ ഒരെണ്ണമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ബാക്കി അടി കിട്ടിയവരൊക്കെ എവിടെ പോയി തെളിയിക്കാനാണ്? ഒരു നിവൃത്തിയില്ലാന്നേ. എന്ന് വിചാരിച്ചിട്ട് എന്താണ് എല്ലാ ഇത്രയും ടെക്നോളജി വന്ന സ്ഥലത്ത് ലോകങ്ങളിൽ മുഴുവൻ ഉരുട്ടി കൊന്നിട്ടാണ് കേസ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്, തല്ലിയിട്ടാണ് കേസ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയല്ലോ. എങ്കിലോ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഗുണ്ടകളെയൊക്കെ വെറുതെ വിടുകയാണല്ലോ. ഒന്നിനെയും പുറകെ പോകുന്നില്ലല്ലോ. ഈ പറയുന്ന ഗുണ്ടായിസ് നടത്തുന്ന 10, 20 വെട്ടുകേസിലും കൊലക്കേസിലും പ്രതിയായവനെയൊക്കെ വെറുതെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗം അടിക്കുന്നുണ്ടോ? ഇന്നുണ്ടല്ലേ വയനാട്ടിൽ ഒരുത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ജലാശിക്കും വിദേശ മദ്യം വെച്ചിരിക്കുകയാണ് അടിയിൽ. അതാ എടുക്കാൻ പോയി പോലീസുകാരന് മനസ്സിലായില്ല കേട്ടോ. അതാണ് പോലീസ് ബുദ്ധി എന്ന് പറയുന്നത്. രാത്രി 12 മണിക്ക് മുട്ടിയിട്ട് വിളിച്ചിറങ്ങിയിട്ട് നിൻ്റെ കാറിന് അടിയിൽ കണ്ട ഒരു സാധനം എന്ന് പറഞ്ഞ് എടുത്തപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധം പോലീസുകാർക്ക് ഇല്ലാതെ പോയില്ലേ? ആ പോലീസുകാർക്കെതിരെ എന്തെങ്കിലും അന്വേഷണം നടന്നോ? ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ളത്? ഞാൻ പറഞ്ഞത് CA അല്ല, അത് പിടിക്കാൻ പോയ SIയുടെ കാര്യമാണ് പറഞ്ഞത്. SIമാരുണ്ടല്ലോ താഴേക്കുള്ളത്. അപ്പം ആ പോലീസ് ഉദ്യോഗസ്ഥന് വന്ന കോൾ എവിടെ നിന്നാന്ന് അന്വേഷിച്ചാൽ പോരെ? അവനെ വിളിച്ച് ആദ്യം ചോദിക്കണ്ടേ, നീ എങ്ങനെ ഇത് അറിഞ്ഞത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ സാധനം കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് നീ അതെങ്കിലും അന്വേഷിക്കാനുള്ള ഒരു മാന്യത കാണിക്കണ്ടായിരുന്നു പോലീസ്. കാണിച്ചോ? ആ കിട്ടിയത് ഒരു കേസ് തെളിയിക്കാനുള്ള ആ ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ. വെടിമരുന്ന് സ്ഫോടനത്തിനുള്ള വെടിമരുന്നും പിന്നെ ഇതും കൂടെ കിട്ടിയപ്പോൾ വിദേശ മദ്യം കൂടെ കിട്ടിയപ്പോൾ അവനെ പിടിച്ച് 18 ദിവസം ജയിലിലടച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് ഇത് വേറെ വഴിക്ക് പുറത്ത് വരുമെന്ന് കണ്ടപ്പോഴാണ് അവനെ പുറത്തിറക്കി വിട്ടത് കേട്ടോ. അല്ലാതെ അത് ഭയങ്കരമായിട്ട് സത്യസന്ധമായി തെളിയിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കി വിട്ടതെന്ന് ആരും വിചാരിക്കേണ്ട. ഈ കേസ് വേറെ വഴിക്ക് പുറത്ത് വരും. കാരണം അവിടെ ഒരു പാർട്ടിയിൽ 2 ആൾക്കാർ കിടന്ന് വിഭാഗീയതയിൽ ജലാശിക്കും ഈ പറഞ്ഞ പിന്നെ വിദേശ മദ്യം കൊണ്ട് പോലീസ് പിടിപ്പിച്ചേക്കുക. ആ കാര്യം മറ്റുള്ളവരായി തന്നെ ആ നാട്ടിൽ മുഴുവൻ പാട്ടായി. ഇത് മാത്രമല്ല, വെക്കാൻ കണ്ട സ്ഥലം കാറിന്റെ അടിയിൽ. അത് റോട്ടിൽ നിന്ന് നേരെ അടിയിലേക്ക് ഇട്ടുന്നേ. എന്നിട്ട് വിളിച്ചു പറഞ്ഞു പോലീസിനെ. നേരെ വന്ന് പോലീസ് വിളിച്ചു കിടന്നുറങ്ങുന്നതിനെ വിളിച്ചു അറസ്റ്റ് ചെയ്ത് 18 ദിവസം ജയിലിടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ നാട്ടിൽ മുഴുവൻ പാട്ടായി. പിറ്റേ ദിവസം തുടങ്ങിയിട്ട് ആ നാട്ടിൽ മുഴുവൻ പാട്ടായി. ഇദ്ദേഹത്തെ കുടുക്കിയതാണെന്നും ഇദ്ദേഹം ഇങ്ങനെയാണെന്നും മനസ്സിലായി. ഇതെന്ത് ചെയ്യും? ഇത് തിരിഞ്ഞു കൊത്തുമെന്ന് മനസ്സിലാക്കി പോലീസ് തന്നെ കോടതി ലെറ്റർ കൊടുത്തിട്ട് ഇറക്കി വിട്ടില്ലേ? എന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിൻ്റെ നടപടി സ്വീകരിച്ചോ അല്ലെങ്കിൽ അന്വേഷിച്ചോ? എന്തുകൊണ്ട് ഇത് അന്വേഷിക്കാതെ ഒരാൾ അറസ്റ്റ് ചെയ്ത് ഉള്ളിലിട്ടു എന്നുള്ളത്? ഇന്ന് രാത്രി 11 പിടിച്ചിട്ട് നാളെ ഉച്ചയ്ക്കാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. അത്രയും സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഈ കോടതി സമർപ്പിക്കുന്നതിന് മുന്നേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഇയാൾക്ക് എന്ത് പറയാൻ പറ്റും? അയാൾക്ക് പറയാൻ പറ്റുന്ന ഇത് ഞാൻ കൊണ്ടുവച്ചതല്ല, ഇത് എൻ്റെ മദ്യമല്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ശൈലി, ഇപ്പോൾ കാണുന്ന ശൈലി വെച്ച് എങ്ങനെ ഉണ്ടാവും? നീ തന്നെ വെച്ചതാണ്,
നീ തന്നെ വെച്ചതാണ്, ഇത് എവിടെ വെക്കാനുള്ള ബോംബാന്ന് ചോദിച്ചിട്ടുണ്ടാവും, കൂടെ ചോദിച്ചിട്ടുണ്ടാവില്ലേ? ചോദിച്ചിട്ടായിരിക്കും ഇതിനെ കൊണ്ട് അവിടെ അകത്തുണ്ടാവുക. ഏത് 6 പശുവിനെ പിന്നെ കറന്ന് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്, വയനാട്ടിൽ ഒരു സാധാരണ കർഷകൻ. ആ പശുവിന്റെ കറവ പറ്റി. അതാ പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ എന്നിട്ട് ആ പിടിച്ചോണ്ട് പോയ പോലീസുകാരനൊന്ന് ചോദിച്ചോ, ഒരു SP വിളിച്ച് ചോദിക്കണ്ടേ, നീ ഇതെങ്ങനെയാ ഐഡൻറ്റിഫൈ ചെയ്തേ, ഇത് ഇവൻ കൊണ്ടുവച്ചതാണെന്നുള്ളത്? ഒന്നുമില്ല അവൻ്റെ വീട്ടിൽ നിന്നാണേ നോക്കാം, ഇനി കാറിൻ്റെ അകത്തുനിന്നാണേ നോക്കാം. ഏത് മദ്യം, നമ്മളൊരു വിദേശ മദ്യം കാറിൻ്റെ അടിയിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ മനസ്സിലാക്കിയാൽ പോരെ. അതിൻ്റെ കൂടെ ഈ സാമാന്യ ബോധമുള്ള പോലീസുകാരനാണെങ്കിൽ അതിൻ്റെ കൂടെ ബോംബ് ഉണ്ടാക്കാൻ പറ്റിയ സാധനം കൂടെ കിട്ടി അങ്ങനെ ഉണ്ടാവും. ഈ വിദേശ മദ്യം ബോംബും കൂടെ കണ്ട് കാറിൻ്റെ അടിയിൽ വെക്കൂല എന്ന് സാമാന്യ ബോധം ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? അതുപോലും ചിന്തിക്കാതെയാണ്. അപ്പോൾ ഇതാണ് ഒരു ശൈലി എന്ന് പറയുന്നത്. ഇതുപോലും മനസ്സിലാക്കാതെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ട ആരാ? ഇത് മനസ്സിലാക്കുന്നത് SP DGP ഒന്നും അല്ലെന്ന് ആഭ്യന്തരമന്ത്രി മനസ്സിലാക്കണം, മുഖ്യമന്ത്രി മനസ്സിലാക്കണം. എന്നിട്ട് പറയണം, എൻ്റെ കീഴിലുള്ള പോലീസ് ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്, എൻ്റെ കീഴിലുള്ള പോലീസ് ഇതുപോലെയല്ല ആൾക്കാരോട് ഡീൽ ചെയ്യേണ്ടത്, ആൾക്കാരെ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന് പറയണം. അതിന് പകരം അയ്യോ മനോവീര്യം തകരും എന്ന് പറഞ്ഞാൽ അങ്ങനെ തകരുന്ന മനോവീര്യനെ തകരട്ടെ എന്ന്. മനോവീര്യമുള്ള എത്രയോ പോലീസുകാർ കേരളത്തിലുണ്ട്, അവർ പ്രവർത്തിച്ചോളുന്നല്ല എന്താണ് അന്തസ്സോട് കൂടിയിട്ട്. ഈ കേരളത്തിൽ എത്ര പോലീസുകാർ കേസ് തെളിയിച്ചിട്ടുണ്ട്? ഇല്ലേ? അവർ മുഴുവൻ ഈ ഉരുട്ടി കൊന്നിട്ടാ ആണോ? ഇവരാണല്ലോ പിന്നെ കണ്ണൂർ എന്താണ് പോലീസ് സ്റ്റേഷനിലേക്കും ലാത്തി മലരോധത്തിൽ കൂടെ കിടത്തിയെന്ന് പറഞ്ഞ് സമരം നടത്തിയ ആൾക്കാർ. അന്ന് ഇതൊന്നും മനസ്സിലായില്ലായിരുന്നു പോലീസ് എങ്ങനെയാണെന്ന്. അതുപോലത്തെ ഒരു പോലീസിനാണ് ഇപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സംരക്ഷിക്കുകയല്ല വേണ്ടത്, സംരക്ഷിക്കാൻ എന്ന് ഒരാളെ പോലും സംരക്ഷിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചോ, നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചോ, ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ, അവനെ പുറത്ത് സസ്പെൻഡ് ചെയ്ത് പുറത്ത് വെക്കണോ? അവൻ തെളിയിച്ചിട്ട് വരട്ടെ. അവൻ ഈ നമ്മളൊരു കുറ്റവാളിനെ കണ്ടെത്തിയാൽ എന്താ പറയുക? നിങ്ങൾ പോയി കുറ്റം തെളിയിച്ചിട്ട് വാ. നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചിട്ട് വാന്നല്ല പറയുക. ഒരു കുറ്റവാളിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസിനോട് പറയണം, നീ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നീ തെളിയിച്ചിട്ട് വാ, നീ തെളിയിച്ചിട്ട് വന്നാൽ നിന്നെ സർവീസിൽ എടുക്കാം എന്നല്ല പറയേണ്ടത്. നടപടി എടുത്ത് മാറ്റി നിർത്തണം. അല്ലാതെ മനോഹീരുന്നവരും എന്ന് പറഞ്ഞിട്ട് എത്ര നാൾ സംരക്ഷിക്കും? ഈ സംരക്ഷിക്കുന്നതിൻ്റെ അവസ്ഥ എന്താ? ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ സംരക്ഷിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ സംരക്ഷിക്കാൻ ഇവരുണ്ടാവില്ല, അടുത്ത പാർട്ടി വരും എന്ന് മനസ്സിലാക്കിക്കോളും. 1981 ജസ്റ്റിസ് V.A. കിഷയ്യർ SR ദേവ് KSR ദേവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കേസിൽ പറഞ്ഞ ഒരു വിധി പ്രസ്താവമുണ്ട്. നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ജയിലിനുള്ളിൽ പോലും ഒരു പരമാധികാര രാഷ്ട്രം, ഒരു ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നില്ല എന്നത് ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. നമ്മുടെ ജയിലഴികൾക്കുള്ളിലും ആർട്ടിക്കിൾ 14 സമത്വത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 21 വ്യക്തിക്ക് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം, ഇത് മൂന്നും പരിപാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി ഓരോ പോലീസ് ഉദ്യോഗസ്ഥനെയും വീണ്ടും നിങ്ങൾ പുനർവിദ്യാഭ്യാസം നടത്തണം. എന്തിന്? വ്യക്തിയുടെ അന്തസ്സ്, അവൻ്റെ ആത്മാഭിമാനം, അതിനെ ബഹുമാനിക്കുന്നതിനുള്ള ഒരു ശിക്ഷണം കൊടുക്കണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോൺസ്റ്റാബുലറി ഫോഴ്സിൽ നിന്ന് പറഞ്ഞത് ജസ്റ്റിസ് V.A. കിഷയ്യറാണ്. എത്രയോ വിധിന്യായങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നു. ആ വിധിന്യായങ്ങളിലെല്ലാം ഒന്നൊഴിയാതെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നത് കസ്റ്റോഡിയൽ ടോർച്ചർ എന്ന് പറയുന്നത് ഒരു സിവിലൈസ്ഡായ സമൂഹത്തിനും ജനാധിപത്യത്തിനും ഗുണകരമായ ഒന്നല്ല എന്ന് തന്നെയല്ലേ? എന്നിട്ട് നാളിതുവരെ നമുക്കത് നടപ്പിലാക്കാൻ സാധിച്ചു? നമ്മുടെ പോലീസ് നയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു? എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രീതി അങ്ങേയറ്റം ഗുരുതരമായ പ്രശ്നമുള്ളതാണ് എന്ന് തന്നെയാണ് ഞാനിത് ഇന്നലെയും പറഞ്ഞിരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദയനീയമായിട്ടുള്ള പരാജയമാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ ആവർത്തിച്ചു പറയണം. ഏതെങ്കിലും ഒരു ആഭ്യന്തരമന്ത്രി വിചാരിച്ചാൽ മാത്രം മാറ്റാൻ കഴിയുന്നതല്ല പോലീസ് സേനയിലെ ഘടനാപരമായ ഹിംസാത്മകത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഘടനാപരമായിട്ടുള്ള ചില സവിശേഷതകൾ കൂടി മനസ്സിലാക്കുമ്പോഴാണ് ആ കാര്യങ്ങൾ മനസ്സിലാവുക. ഞാൻ കുറച്ച് ചരിത്രം പറയാം. ഒരു 4-5 കേസുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. പല സർക്കാരുകളുടെ കാലത്ത് എങ്ങനെയായിരുന്നു പോലീസ് സേന പ്രവർത്തിച്ചിരുന്നത്, ഒടുവിൽ കോടതിയിൽ പോകുമ്പോൾ വിധിന്യായം വരുന്നത് എത്ര കാലം കഴിഞ്ഞിട്ടാണ്, നീതി വൈകി കിട്ടുന്ന നീതി കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് രാജൻ കേസ് മുതൽ തുടങ്ങാം. അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഈശ്വരവാര്യർക്ക് നീതി കിട്ടിയോ? ഈശ്വരവാര്യർക്ക് നീതി കിട്ടിയില്ല. തൻ്റെ മകനെ ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരുന്നൊരു മനുഷ്യനെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷത്തിലും നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം മകനെ കിട്ടാതെ മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈശ്വരവാര്യർ കരഞ്ഞത് ആർക്കെതിരെയായിരുന്നു? ഈശ്വരവാര്യർ പോരാടിയത് ആർക്കെതിരെയായിരുന്നു? അന്ന് കരുണാകരനായിരുന്നില്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി, അന്ന് അച്യുതമേനോൻ്റെ മന്ത്രിസഭയായിരുന്നില്ലേ ഭരിച്ചിരുന്നത്? എന്തുകൊണ്ടാണ് ഈശ്വരവാര്യർക്ക് നീതി നേടിക്കൊടുക്കാൻ അന്നത്തെ സർക്കാരിന് കഴിയാതെ പോയത്? ഈ പോലീസിനുള്ളിലെ ഘടനാപരമായ ഒരു എംപയർ ബിൽഡിംഗ് ഉണ്ട്, ഒരു സാമ്രാജ്യത്വ മനോഭാവമുണ്ട്, ഒരു ഫ്യൂഡൽ മനോഭാവമുള്ള ഒരു വിഭാഗം ആളുകൾ നിരന്തരം ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് പൊളിക്കാൻ അച്യുതമേനോന് കഴിഞ്ഞിട്ടില്ല, കരുണാകരന് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കേൾക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് അന്ന് അടിയന്തരാവസ്ഥയുടെ കാലത്താണെന്ന് പറഞ്ഞു. 10 വർഷം കഴിഞ്ഞ് 1987 നയനാർ സർക്കാർ ഭരിക്കുന്ന സമയം
നയനാ സർക്കാർ ഭരിക്കുന്ന സമയത്താണ് ചേർത്തലയിലുള്ള ഗോപി എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ ടേപ്പ് റെക്കോർഡ് മോഷ്ടിച്ചു എന്ന പേരിൽ കസ്റ്റഡിയിലെടുക്കുന്നു. അയാളെ തല്ലിക്കൊല്ലുകയാണ്. ട്യൂബ്ലൈറ്റ് വയറ്റിൽ തറച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തുന്നത്. ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു പോലീസിന്റെ ഭാഷ്യം. ഒടുവിൽ എന്ത് ചെയ്തെന്നറിയാമോ? ചേർത്തലയിലെ ഗോപിയുടെ അച്ഛൻ തങ്കപ്പൻ ഈ മകന്റെ ശരീരവുമായി 1988 മുതൽ ഒരു സമരം പ്രഖ്യാപിച്ചു. ഈ കേസിൽ പ്രതികളായ പോലീസുകാർക്കെതിരെ നടപടി വരാതെ ഞാൻ എൻ്റെ മകൻ്റെ ശവശരീരം സംസ്കരിക്കില്ല എന്നായിരുന്നു അച്ഛൻ തങ്കപ്പൻ പറഞ്ഞിരുന്നത്. ഒടുവിൽ എന്ത് സംഭവിച്ചെന്നറിയോ? 20 വർഷം ആ പോരാട്ടം നീണ്ടു. 2008 വിധി വരുന്നത്. 11 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ പരാജയപ്പെട്ട് സ്വന്തം മകൻ്റെ മൃതശരീരം വീട്ടുമുറ്റത്ത് അടക്കം ചെയ്തു. ആ അച്ഛന് നീതി കിട്ടിയില്ല. 2008 വിധി വരുന്നു. 20 വർഷം ആ വിധി വരാൻ തടസ്സം എന്താണെന്നറിയാമോ? തെളിവുകൾ കൊടുത്തില്ല. ആരാ തെളിവ് കൊടുക്കേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യത്തിൽ അന്ന് CCTV ദൃശ്യങ്ങളില്ല. അവിടെ സാക്ഷിമൊഴി കൊടുക്കേണ്ടത്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത് പോലീസിനുള്ളിൽ തന്നെയുള്ളവരാണ്. പരസ്പരം പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊട്ടേഷൻ സംഘമായിട്ട് ഈ പോലീസ് സേന പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ പോലീസ് സംവിധാനത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ജനാധിപത്യ മാതൃകയിലേയല്ല. 1861 ഈ കൊളോണിയൽ നിയമമനുസരിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഐറിഷ് കോൺസ്റ്റാബുലറിയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ പോലീസ് സേനയ്ക്ക് ഒരൊറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ: ഭരണവർഗത്തെ സംരക്ഷിക്കുക. പൗരൻ്റെ അവകാശങ്ങളോ പൗരന് നീതി നേടിക്കൊടുക്കലോ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ പോലീസ് സേനയുടെ നയത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ഭരണവർഗത്തെ സംരക്ഷിച്ച് പിടിച്ച് നിർത്തുക എന്നുള്ളതാണ്. മസിൽ പവർ കൊണ്ട് ഭയപ്പെടുത്തി ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണല്ലോ പോലീസിന് എല്ലാ കാലത്തും നമ്മൾ ഇരട്ടപ്പേരിട്ട് വിളിച്ചിരുന്നത് ഇടിയൻ വാസു എന്നും ഈ പറയുന്ന ചൊറിയണം ബാബു എന്നും പേരുള്ള പല പോലീസുകാരും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. പോലീസുകാരുടെ ആ കൊമ്പൻ മീശയും ആ രൂപവും കാണുന്ന സമയത്ത് ഭയന്ന് പെരുമാറിക്കൊള്ളണം എന്നുള്ളതായിരുന്നു. ഭയം എന്നുള്ളത് ഭരണഘടനയിൽ ഇല്ല സാർ. നമ്മുടെ ആത്മാഭിമാനത്തെ സംരക്ഷിച്ചു പിടിച്ചു നിർത്തുന്ന ജനമൈത്രി പോലീസ് എന്ന സങ്കല്പത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പോലും നടന്നു തുടങ്ങിയത് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 7 പതിറ്റാണ്ട് നമ്മുടെ നാട്ടിലെ പോലീസ് നയം എന്ന് പറയുന്നത് ജനമൈത്രി അല്ലായിരുന്നു എന്ന തിരിച്ചറിവിലാണ് നമ്മൾ ജനമൈത്രി എന്ന് പേരിട്ടുകൊണ്ടൊരു പുതിയ പോലീസ് നയത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങുന്നത്. അപ്പോൾ 1987 നയന സർക്കാരിൻ്റെ കാലത്ത് ചേർത്തല ഗോപിയുടെ കാര്യത്തിൽ 20 വർഷമെടുത്തു ആ കേസിൽ ഒടുവിൽ വിധി വരാൻ വേണ്ടി. അതിനുശേഷം 2005 നമ്മൾ ഇന്നും പറയുന്ന ഉദയകുമാർ ഉരുട്ടിക്കൊല കേസ്, അന്ന് ആരായിരുന്നു മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഫോർട്ടിൽ പാർക്കിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്നതിൻ്റെ പേരിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കേരളം കണ്ടു. നമ്മൾ ഇന്നും ഉദയകുമാർ എന്ന് പറഞ്ഞാൽ ഉരുട്ടിക്കൊല എന്നാണ്, ഫോർട്ടിലെ ഉരുട്ടിക്കൊല എന്നാണ് ഏതൊരു ജേർണലിസ്റ്റിൻ്റെയും നാവിൽ വരിക. അമ്മ പ്രഭാവതി അമ്മ ഇപ്പോഴും ഈശ്വരവാര്യരെ പോലെ കയറിയിറങ്ങുകയാണ് കോടതി. പോലീസ് അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. പ്രതികളെ സ്ഥാനത്ത് നിർത്തി. തെളിവുകളെല്ലാം ദുർബലമായിരുന്നു. ഉരുട്ടിക്കൊലയിൽ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നു. അത് ഉരുട്ടിക്കൊല തന്നെയാണ് എന്നുള്ളത്. 4000 രൂപ മോഷ്ടിച്ചു എന്നതിന്റെ പേരിൽ ഒരു സാധാരണക്കാരായ മനുഷ്യനെ ഉരുട്ടിക്കൊന്നിട്ട് തെളിവ് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ CBI വന്നു. 2005 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന കൊലയിൽ ഒരു തെളിവും കിട്ടാത്ത CBI കൊടുത്ത കുറ്റപത്രം കോടതി എടുത്ത് കാട്ടിക്കളഞ്ഞു. എന്നിട്ട് മുഴുവൻ ആളുകളെയും കുറ്റവിമുക്തരാക്കി. പ്രോസിക്യൂഷന് ഈ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, രാജൻ്റെ കേസിൽ മാത്രമല്ല, നയനാ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ചേർത്തല ഗോപിയാണെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഉദയകുമാറിൻ്റെ കാര്യത്തിലാണെങ്കിലും തെളിയിക്കാനുള്ള ഒരു സംവിധാനം ഈ പോലീസിനെ കൊടുത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഘടനാപരമായി പോലീസിൻ്റെ ഉള്ളിൽ ഇപ്പോഴും പ്രവർത്തിച്ചിരിക്കുന്ന വികാരം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നീതിയെ പുലരുന്ന, സത്യത്തെ പൂർണ്ണമായിട്ടും പിന്തുടരുന്ന ഒരു സേനയായിട്ട് നമുക്കതിനെ കണക്കാക്കാനേ കഴിയില്ല. ഭരണവർഗത്തെ സംരക്ഷിച്ചു നിർത്തുന്ന കൊളോണിയൽ സ്ട്രക്ചറാണ് ഇപ്പോഴും പോലീസ് സേനയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി. അത് 2014 നമ്മൾ ഇന്നിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബാബുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് പോലെ 2014 നെയ്യാറ്റിൻകരയിൽ നിന്ന് ശ്രീജവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ശ്രീജവ് വിഷം കഴിച്ച് മരിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. ശ്രീജവിന് വേണ്ടിയിട്ട് മകൻ ശ്രീജിത്ത് സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുകയല്ലേ. അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി. അതിനും നീതി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ശ്രീജവിൻ്റെ കുടുംബത്തിനും കേസ് ഇപ്പോഴും നടക്കുകയാണ്. ഇപ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കസ്റ്റഡി മർദ്ദനത്തിന് മറ്റൊരു കഥ. 2018 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവിടെയല്ലേ ശ്രീജിത്ത്, വരാപ്പുഴയിലെ ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് കൊലപ്പെടുത്തിയത്. ആ കൊലപാതകത്തിന്റെ കാര്യത്തിലും ഭാര്യ അഖില നടത്തുന്ന നിയമപോരാട്ടം ഇപ്പോഴും തുടരുകയല്ലേ. നീതി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇത് നോക്കൂ, 2025 നിൽക്കുമ്പോഴും രാജൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കസ്റ്റഡി മരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കസ്റ്റഡി മർദ്ദനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പോലീസ് സേന ഒരു ടീമായിട്ട് മാറുകയും തെളിവുകൾ കൊടുക്കാതെ ആ ശിക്ഷാവിധി നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പോൾ കാണുന്നത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്തയുണ്ടല്ലോ, നമ്മുടെ ആലപ്പുഴയിലെ DYSP ആയ ബാബു,
ആ DYSP നടത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഒരുപാട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എന്താ ഈ സംഭവം നടന്നിരിക്കുന്നത് എപ്പോഴാണ്? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ അന്ന് CI ആയിരുന്ന ഇയാൾ അന്നത്തെ DYFI പ്രവർത്തകനായിരുന്ന ജയകൃഷ്ണനെ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ റിപ്പോർട്ട് SP ഹരിശങ്കർ മുകളിലേക്ക് അയച്ചതാണെന്നേ. ആ റിപ്പോർട്ട് മുൻപിൽ ഇരിക്കെയാണ് അതിൽ നടപടിയെടുക്കാതെ ഉമ്മൻചാണ്ടി സർക്കാരാണെങ്കിലും അതിനുശേഷം പിന്നീട് വന്ന പിണറായി സർക്കാരാണെങ്കിലും കളിച്ചത്. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ചെയ്തൊരു കുറ്റകൃത്യത്തിൻ്റെ പേരിൽ അന്ന് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പോലീസുകാരനെ ഇടതുപക്ഷ സർക്കാർ വരുന്ന ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും പ്രൊമോഷൻ കൊടുത്ത് DYSP ആയിട്ട് ഉയർത്തുന്ന ഒരു വിചിത്രമായ രീതി നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സർക്കാരുകളുടെ ഭേദമേ ഇല്ല ഇതിൽ എന്നുള്ളതാണ്. UDFിൻ്റെ കാലത്ത് പോലീസ് കുറ്റകൃത്യം ചെയ്താലും LDFിൻ്റെ കാലത്ത് ആ പോലീസിനെ സംരക്ഷിക്കുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ അർത്ഥം. അതിന് ഏതെങ്കിലും തരത്തിൽ LDF സർക്കാരിൻ്റെ കാലത്ത് കൂടുതൽ കുറ്റകൃത്യം എന്ന് പറയാനേ കഴിയില്ല, UDF സർക്കാരിൻ്റെ കാലത്ത് കുറഞ്ഞ കുറ്റകൃത്യം എന്നും പറയാൻ കഴിയില്ല. കാരണം പോലീസ് സേന അങ്ങനെ സംഘടിത കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഒരു ക്രിമിനൽ സംഘമായി മാറുന്നത് നമ്മുടെ പോലീസ് നയത്തിൻ്റെ കൂടി പ്രശ്നമാണ്. അതിനെ പൊളിച്ചെഴുതാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ പോലീസ് സേന ഈ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന സംഘടിത ക്രിമിനൽ കൂട്ടമായി തുടർന്നുകൊണ്ടേയിരിക്കും. 2016 മുതൽ ഇതുവരെ 108 പോലീസുകാരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്, പിരിച്ചുവിട്ടിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ്, അത് വസ്തുതയാണ്. പക്ഷേ എന്ന് കരുതി പോലീസ് സേനയിലെ കുറ്റകൃത്യങ്ങൾ അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ K കരുണാകരൻ എന്ന നിലയേക്കാൾ ഒട്ടും മെച്ചമേ അല്ല എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയേക്കാൾ മെച്ചമേ അല്ല എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രിയേക്കാൾ മെച്ചമേ അല്ല എന്നുള്ളതാണ്. അതായത് ഈ സർക്കാരിലെ തന്നെ ഏറ്റവും ദുർബലനായ മന്ത്രി ഏതെന്ന് ചോദിച്ചാൽ അത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ് എന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത്, ആഭ്യന്തര വകുപ്പ് അദ്ദേഹം ഒഴിഞ്ഞ് ഇത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന പൗരബോധമുള്ള ഒരു പോലീസ് സംവിധാനത്തെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിൻ്റെ ചുറ്റുപാടിലേക്ക് മാറ്റേണ്ടതുണ്ട്. മറ്റു വകുപ്പുകളെ പോലെ നമുക്കങ്ങനെ കൈയിടിച്ചു വിടാൻ പറ്റുന്നതെന്നല്ല. കോടിയേരി ബാലകൃഷ്ണൻ്റെ കാലത്ത് മാത്രമാണ് ഏതെങ്കിലും തരത്തിലൊരു പരിഷ്കരണത്തിന് മുതിർന്നത്. ഒരുപക്ഷെ സ്വതന്ത്ര കേരളത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പരിഷ്കരണത്തിന് മുതിർന്നത് കോടിയേരി ബാലകൃഷ്ണൻ്റെ കാലത്താണ്. അന്ന് കേരളത്തിലെ നല്ല ഭരണമായിരുന്നു. മാത്രമല്ല മികച്ച പുരസ്കാരങ്ങളടക്കം അന്ന് കൊണ്ടുവരാൻ സാധിച്ചു. ഇപ്പോഴും കുറ്റാന്വേഷണ മികവിൽ നമ്മുടെ പോലീസുകാർ മികച്ചതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പ്രശ്നം വരുന്നത് എവിടെയാ? ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ വരുമ്പോൾ ഈ ബാബുവിനെ പോലെയുള്ള DYSPമാർ ഇയാൾ ചെയ്ത മറ്റൊരു കുറ്റകൃത്യത്തെക്കുറിച്ച് ഇന്ന് പുറത്ത് വാർത്ത വന്നിട്ടുണ്ട്. ചൊറിയണം തേച്ചു എത്ര ഇയാൾ, ഒന്ന് ആലോചിച്ചോണം. ഇയാളെ ശിക്ഷിച്ചതാണ് ചേർത്തലയിലെ മജിസ്ട്രേറ്റ് കോടതി, ഇത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ച DYSPയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ ഇരിക്കുന്ന ഈ കക്ഷി. ഇയാൾ ചൊറിയണം തേച്ചു. അതായത് ഒരു സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരാളെ അന്ന് പിടിച്ചോണ്ട് വന്നിട്ട്, അന്ന് SI ആയിരിക്കുന്ന സമയത്ത് 2006 മറ്റോ ആണ്, SI ഇരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആളെ സ്റ്റേഷനിലേക്ക് പിടിച്ചോണ്ട് വന്ന് നഗ്നനാക്കി അയാളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഈ ചൊറിയണം പുരട്ടി. ആ കേസ് എത്ര വർഷം എടുത്തെന്നറിയാമോ? അന്ന് തുടങ്ങിയ കേസ് 2024 വിധി വന്നത്. ഇയാളെ 1 മാസം തടവിനും 1000 രൂപ പിഴയും വിധിച്ചു. 2006 കേസിന് വിധി വരുന്നത് 2024. ഒന്ന് ആലോചിച്ച് നോക്കണം. UDF സർക്കാരിൻ്റെ കാലത്തുനിന്ന് തുടങ്ങി LDF സർക്കാരിൻ്റെ കാലമാകുമ്പോൾ ആ SI ഇപ്പോൾ എവിടെ എത്തി? DYSP ആയി. ചൊറിയണം തേച്ച സിദ്ധാർത്ഥൻ ഇപ്പം അദ്ദേഹം റിട്ടയറിയറായി കാണും. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഈ പോലീസ് സേനയെ ഇങ്ങനെ ഒരു കാരണവശാലും നിയന്ത്രണമില്ലാതെ വിടാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ ഒരു സർക്കാരിൻ്റെ രക്ഷാപ്രവർത്തനമായി ഞാൻ കണക്കാക്കുന്നില്ല. അത് പോലീസിംഗ് സംവിധാനത്തിൻ്റെ ഘടനാപരമായിട്ടുള്ള ഒരു പിശകാണ്. അതിൽ നയം മാറിയേ മതിയാകൂ എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സർക്കാരിൻ്റെ രക്ഷാപ്രവർത്തനമായി ഞാൻ കണക്കാക്കുന്നില്ല. ജിമ്മി, പീച്ചിയിലെ CI രതീഷ്, കുന്നംകുളത്തെ 5 പോലീസുകാർ, അതിനുശേഷം ഇന്ന് കേരള പോലീസ് അവതരിപ്പിച്ച താരമാണ് മധുബാബു. ഇന്നത്തെ താരം മധുബാബുവാണ്. മധുബാബു കാലാകാലങ്ങളായി ഓരോരോ കേസുകളിൽപ്പെട്ടതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇയാൾ CI ആയിരുന്നു. 2016 DYFIയുടെയും അന്ന് SFIയുടെ നേതാവായിരുന്ന ഒരാളെ തല്ലി ഇഞ്ചപ്പരുവാക്കുന്നു. അതിനുശേഷം അയാളൊരു DYFIക്കാരനായ SFIക്കാരനായിരുന്ന സമയത്ത് തന്നെ ഒരാളെ അടിക്കുന്നു. അത് കഴിഞ്ഞ് ചേർത്തല സ്വദേശിയായ സുബൈർ, അയാളുടെ എക്സ് മിലിറ്ററിയാണ്, ഒരു പണാപകരണ കേസ് വരുമ്പോഴത്തേക്കും വരുമ്പോൾ തന്നെ ചെവുക്കലിന് കൊടുത്ത് പിടിച്ചു വലിച്ചുകൊണ്ട് പോയി സ്റ്റേഷനിലേക്ക് എന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനം പിന്നെ അയാൾ DYSP ആകുന്നു. അപ്പോൾ DYSP ആകുമ്പോൾ തൊടുപുഴയിൽ മുരളീധരനെ തല്ലിയതിൻ്റെ ഓഡിയോ ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ആ ശബ്ദം മ്യൂട്ട് ചെയ്താണ് കണ്ടത്. ഈ ഓഡിയോ മ്യൂട്ട് ചെയ്യാതെ കണ്ട ഒരാളാണ് ഞാൻ, കണ്ടതും കേട്ടതും ആളാണ് ഞാൻ. എത്രത്തോളം അറയ്ക്കുന്ന ഭാഷയിലാണ് ഒരു സ്റ്റേഷനിൽ വന്ന ആരോ ആയിക്കോട്ടെ, പ്രതിയായാലും വാദിയായാലും വിളിക്കുക എന്നുള്ളത് എന്താണ് ഇയാളുടെ സംസ്കാരം എന്ന് വ്യക്തമാക്കുന്നതാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം തല്ലിയത് പോലും എനിക്ക്
തെളിവ് വേണ്ട, ഉപയോഗിച്ച ഭാഷ ആ ശബ്ദം അയാളുടെ ആണെങ്കിൽ സമ്മതിക്കണം. പക്ഷേ ഇന്നലത്തെ സംഭവങ്ങളിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. ഇന്നലെ നമ്മൾ ഈ കുന്നംകുളത്തെ പോലീസുകാരെ സംബന്ധിച്ച വിഷയം വന്നപ്പോൾ ഒരു എൻക്വയറി റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ എൻക്വയറി റിപ്പോർട്ടാണ് അവരെ രക്ഷിക്കാൻ പ്രധാനമായും സഹായകമായത്. കാരണം മർദ്ദിച്ചു എന്ന ഒറ്റ വാക്കേ ഉള്ളൂ. എങ്ങനെ മർദ്ദിച്ചു, രൂക്ഷമായി മർദ്ദിച്ചു, അത്തരം വിശദാംശങ്ങളൊന്നുമില്ല. ഇത് മാത്രമല്ല മറ്റ് പല ആരോപണങ്ങളും CCTV ദൃശ്യങ്ങളില്ലാത്തതുകൊണ്ട് അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് മടക്കിയ റിപ്പോർട്ടാണ്. പക്ഷേ ഇവിടെ CCTV ദൃശ്യങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പത്തനംതിട്ടയിലെ സംഭവമാണ്. പത്തനംതിട്ടയിൽ മുളക് പൊടി പ്രയോഗിച്ച ശേഷം SFI നേതാവിനെ ആക്രമിച്ച സംഭവം. അതിൽ ഒരു ഗംഭീരമായ എൻക്വയറി റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ സംഭവത്തിൽ നിന്ന് ഇന്നത്തെ താരമായ മധു ബാബുവിനെ വ്യത്യസ്തനാക്കുന്നത്. അത് പത്തനംതിട്ടയിലെ ജില്ലാ പോലീസ് മേധാവിയായ ഹരിശങ്കർ IPSൻ്റെ റിപ്പോർട്ടാണ്. അത് നേരത്തെ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. എന്ന് മാത്രമല്ല അതിനകത്ത് പറയുന്നത് ക്രൂരമായ ദേഹോപദ്രവം ഏൽപ്പിച്ചതായി വ്യക്തമാണ്. കൂടാതെ എതിർകക്ഷി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നതായി ടിയാനെതിരെയുള്ള സ്വകാര്യ അന്യായങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആയതിനാൽ ഈ മധു ബാബുവിനെയും ഒരു റിട്ടയർഡായ ഒരു CI ഗോപകുമാറിൻ്റെയും പ്രവൃത്തി അതീവ ഗുരുതരമായ അധികാര ദുർവിനിയോഗവും അച്ചടക്ക ലംഘനവും പോലീസ് സേനയുടെ സൽപ്പേരിന് തന്നെ കളങ്കവുമാകയാൽ ടിയാന്മാരുടെ പേരിൽ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിനായി ഈ റിപ്പോർട്ട് സമർപ്പിച്ചു കൊള്ളുന്നു. 2016 ഡിസംബർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സർക്കാർ അധികാരമേറിയ ശേഷം ആണ് ഈ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ച കാര്യത്തിൽ ഒഴുക്കിനൊരു റിപ്പോർട്ടാണെങ്കിൽ വളരെ വ്യക്തമായ റിപ്പോർട്ടുണ്ടായിട്ടും ഒരു നടപടി പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ മര്യാദയ്ക്കുള്ള റിപ്പോർട്ടുണ്ടെങ്കിലും മര്യാദയ്ക്കില്ലാത്ത റിപ്പോർട്ടാണെങ്കിലും ഒരൊറ്റ വഴിയേ ഉള്ളൂ. കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ആരൊക്കെയൊക്കെ ചേർന്ന് ശ്രമിക്കും, അത് രാഷ്ട്രീയ നേതൃത്വം കണ്ണടച്ചു വയ്ക്കും. ഇതാണൊരു രീതി. പക്ഷേ കേരളത്തിലെ ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിന് ഒരു കൊളോണിയൽ പശ്ചാത്തലമുണ്ടെന്നും അതുകൊണ്ട് പണ്ട് മുതലേ ഇതിങ്ങനെയാണ്, ഇതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനോട് പൂർണ്ണമായും ഞാൻ യോജിക്കുന്നില്ല. അതിലൊരു പ്രശ്നം, ഓരോ സമയത്തും പോലീസിനെ നന്നാക്കാനുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ, നിയമ പരിഷ്കാരങ്ങൾ, കോടതി ഉത്തരവുകൾ ഇതെല്ലാം വന്നതാണ്. ഇതൊന്നും പോരാത്തതിന് 2020 ഒരു വ്യക്തമായൊരു സംഭവം കൂടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചു. CCTV സ്ഥാപിക്കപ്പെട്ടു. ആ CCTV സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ കൂടെ കോടതി ഉത്തരവിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഈ CCTVകൾ ആർക്കൊക്കെ പരിശോധിക്കാമെന്നതിൽ പോലീസിൽ നിന്ന് വ്യത്യസ്തമായി പോലീസിന് പുറത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ജനപ്രതിനിധിയായ MLA ഇവർക്കൊക്കെ പരിശോധിക്കാവുന്നതാണ് എന്നുകൂടി കോടതിയുടെ ഉത്തരവിലുണ്ട്. പക്ഷേ അത് നടപ്പായില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ പോലീസിനൊരു സംവിധാനമുണ്ടെന്നും ഈ സംവിധാനം പരസ്പരം സഹായിക്കാനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നും പോലീസുകാർക്ക് തല്ലാൻ മാത്രമേ അറിയാവുന്നുള്ളതും തത്വത്തിൽ ശരിയായിരിക്കെ തന്നെ അതിനെ ഉല്ലംഘിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയപ്പോൾ ഒരു സമയത്തും ഉപയോഗിക്കാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് ഇതിനുത്തരം പറയേണ്ടത്. CCTV നിർബന്ധമായും നിയമപ്രകാരം നടപ്പിലാക്കുമ്പോൾ അതിനെന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാവാമെന്നും അതിനെ എങ്ങനെ മറികടക്കാമെന്നും നിങ്ങൾക്ക് നല്ലപോലെ അറിയേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. അവിടെയാണ് വിഷയം. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ മുഴുവൻ വളരെ പഴയ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം വരുമ്പോൾ കസ്റ്റഡി കൊലപാതകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്താ കാര്യം? കസ്റ്റഡി കൊലപാതകമാകുമ്പോഴാണ് ഒരാൾ മരിച്ച് ഡെഡ് ബോഡി കിട്ടുക. തല്ലിയിട്ട് പോയാൽ ആരും അറിയില്ല. കേരളത്തിൽ കഴിഞ്ഞ 19 വർഷമായിട്ട് നമ്മളെ ആരെങ്കിലും പോലീസുകാരൻ തല്ലിയതിനെക്കുറിച്ച് കേസ് നമ്മൾ കേട്ടിട്ടുണ്ടോ? വലിയ വാർത്താ പ്രാധാന്യം കേട്ടിട്ടുണ്ടോ? എന്താ ഇപ്പോൾ വ്യത്യാസം? 2020 മുതൽ CCTVകൾ വരുന്നു, ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തല്ലിയതിൻ്റെ ദൃശ്യങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നത്. പണ്ടായിരുന്നെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ ഇല്ലാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലുള്ള ഗുരുതരമായ വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് എൻ്റെ വിഷയം. അതിന് ഉത്തരവാദി പിണറായി വിജയൻ സർക്കാർ തന്നെയാണ്. കാരണം CCTV നിങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ അവസരമായിരുന്നു. ഇനി ഇതിനൊരു പശ്ചാത്തലം കൂടി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ശരിയാണെന്നും കൊള്ളാമെന്നും നമ്മളൊക്കെ ആദ്യം കൈയടിച്ച വേറൊരു നടപടി കൂടി ഉണ്ടായി. പോലീസ് സ്റ്റേഷനിൽ ജനപ്രതിനിധികളല്ലാത്ത രാഷ്ട്രീയക്കാരുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നമ്മളൊക്കെ കൈയടിച്ചതാണ്. പക്ഷേ എന്താ പറ്റിയതെന്നറിയോ? നേരത്തെ പറഞ്ഞതുപോലെ പോലീസിന് ഒരു കാക്കിയിട്ട ഗുണ്ട സ്വഭാവം വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആരാണ് പോലീസിനെ നിയന്ത്രിക്കുക? പോലീസിനെ നിയന്ത്രിക്കേണ്ടത് ഈ നാട്ടിലെ പൊതുസമൂഹമാണ്. രാഷ്ട്രീയക്കാരാരാ? പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികളാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോഴും നിങ്ങൾക്ക് ധൈര്യമായി പോയി സംസാരിക്കാവുന്നത് ഒരു പോലീസുകാരനോടല്ല, രാഷ്ട്രീയക്കാരനോടാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയക്കാർ പോലീസ് സ്റ്റേഷനിൽ
കയറി ചെല്ലാനും അവർക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനും വകവച്ചു കൊടുത്ത ഒരു സ്വാതന്ത്ര്യം അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി ഒരുപക്ഷെ അഴിമതിയും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ടാവാം, അത് ഞാൻ യോജിക്കുന്നു. പക്ഷേ അതിനോടൊപ്പം പോലീസ് സേനയെ പ്രാദേശിക തലത്തിൽ കയറൂരി വിടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കണം. പണ്ട് AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലൊരു പരീക്ഷണം നടന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും കയറിപ്പോകരുതെന്ന് പറഞ്ഞത്. അന്നും ഇതുപോലെ തന്നെ പല പരാതികളും ഉണ്ടായതാണ്. രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് നമ്മൾക്ക് പുച്ഛിച്ച് കളയാനുള്ള, ശരിയാണ് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, പക്ഷേ ഈ രാജ്യം ഭരിക്കുന്നവരാണ്, നിങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാണ്. ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ ഒരു മണ്ഡലം പ്രസിഡന്റിനോ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് കാര്യം പറയാനുള്ള ഒരു പ്രത്യേക അവകാശമുണ്ടെന്നേ. അവർക്ക് അവിടെ വരുമ്പോൾ അവർക്കൊരു കസേര കൊടുക്കണം, കാരണം അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ പടിയടച്ച് പിണ്ടം വെച്ചതിനുള്ള പരിഹാരക്രിയ കൂടിയാണ് ഇനി ചെയ്യേണ്ടി വരിക. ഇവിടെ പ്രശ്നം അടിച്ചാലും കൊന്നാലും പൈസ പിടിച്ചു വാങ്ങിച്ചാലും ചോദിക്കാനും പറയാനും ഒരാളുമില്ലെന്നും രാഷ്ട്രീയക്കാരെ സിനിമയിൽ കാണുന്നത് പോലെ പുച്ഛിക്കാനും സ്വജീവിത ഈ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഓടിക്കാനുമൊക്കെ പറ്റും എന്നുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി പോലീസിന് കിട്ടിയതോടുകൂടി എന്തും നടക്കുമെന്നായി. അതുകൊണ്ടാണല്ലോ നമുക്ക് മുമ്പിൽ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു CPM-ൻ്റെ നേതാവ് പറഞ്ഞല്ലേ, എന്നെ കഴുത്തിന് പിടിച്ച് തള്ളി. ഒരു 5 വർഷം മുമ്പായിരുന്നെങ്കിൽ അങ്ങനെ നടക്കുമോ? ഇപ്പോൾ പോലീസ് സേനയ്ക്ക് മുമ്പിൽ അങ്ങനെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല ഉദ്ദേശത്തിലായിരിക്കാം ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ പടിയടച്ചത് മുതൽ ഒരു വലിയ പ്രശ്നം സംഭവിച്ചു. ഒരു വലിയ രീതിയിൽ പോലീസിനെ പ്രാദേശികത്തിൽ നോക്കാൻ ആരുമില്ലാതായി. സമൂഹത്തിന് ഈ പോലീസിന് മുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടാകാനൊരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും ഇല്ലാതായി. ഇതാണ് വിഷയം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നമ്മളിന്ന് സംസാരിക്കുമ്പോൾ 6ാം ദിവസമാണ്. ഇപ്പോഴും അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതേ ഇല്ല. അദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമായിരിക്കാം. പക്ഷേ ഓരോ നിമിഷവും ഇത്രയും മനുഷ്യരുടെ വേദനയുടെ ദൃശ്യങ്ങൾ, കരച്ചിലിൻ്റെ ശബ്ദ ഭാഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രി ഇത് ഒരു കാരണവശാലും ഇതിനോട് ഒട്ടും റിസപ്റ്റീവ് അല്ലാതെ നോക്കുന്നു എന്ന് പറയുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. അതൊരു മുഖ്യമന്ത്രിക്ക് ചേരാത്ത പ്രവൃത്തിയാണ്. നാളെ ഒരുപക്ഷെ പിണറായി വിജയൻ ഇതെല്ലാം ഒതുങ്ങിയ ശേഷം സംസാരിക്കുമായിരിക്കാം. പക്ഷേ അതുപോരാ. പോലീസിൻ്റെ ആത്മവീര്യം തകരും എന്ന് പറഞ്ഞ് പോലീസിനെ ചേർത്ത് നിർത്തിയ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ മനുഷ്യരുടെ മനോവീര്യം തകർക്കുന്നതാണ്. എപ്പോഴെങ്കിലും പോലീസുകാർക്ക് വേണ്ടി ചിന്തിക്കുന്ന ആഭ്യന്തരമന്ത്രി നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൂടി ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാൻ ഒരു നിമിഷമെങ്കിലും അദ്ദേഹം തയ്യാറായാൽ ഈ വിഷയത്തെ അപലപിച്ചുകൊണ്ട് ശക്തമായ നടപടി എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് വരണം. അല്ലെങ്കിൽ ഇതൊരു രക്ഷാപ്രവർത്തനമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കും. ഞാൻ കരുതുന്നില്ല, ഞാൻ വിചാരിക്കുന്നത് നടപടി ഉണ്ടാകും, നടപടി എടുക്കാതെ മുന്നോട്ട് പോകാൻ പാടില്ലെന്നാണ്. പക്ഷേ ഇത് മുഖ്യമന്ത്രി സർക്കാരും പോലീസുകാരെ രക്ഷിക്കാനുള്ള പ്രവർത്തനം നടത്തുകയാണ്. അതാണ് മുഖ്യമന്ത്രിയുടെ മൗനത്തിൻ്റെ കാരണം എന്ന് ജനങ്ങൾ കരുതും. കുറ്റം പറയാനാവില്ല. മധുബാബു രാഘവിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, FB പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓരോരുത്തരെയായി ഘട്ടം ഘട്ടമായി രംഗത്തിറക്കുന്നു. ഇന്നും നാളെയുമായി രംഗത്ത് വരാൻ അണിയറയിൽ ഇനിയും ചിലരെ ഒരുക്കുന്നുണ്ടാകും. ഏതായാലും കലവൂരാൻ്റെ പല ജില്ലകളിലുള്ള വിരോധികളെ കണ്ടെത്തി ഒരു കുടക്കീഴിലെത്തിക്കുന്ന കോർഡിനേറ്റർ ഏമാന് റിട്ടയർമെന്റിന് ശേഷം ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് തുടങ്ങുകയാണ് പറ്റിയ പണി. എത്ര പുച്ഛിച്ചാണ് ഇലക്ട്രിക്കിന് നോക്കിക്കേ. ചാനൽ ചർച്ചയൊക്കെ ഉഷാറായിട്ടുണ്ട്. കണ്ട പാമ്പാടിക്കാരൊക്കെ എന്നെ വിളിച്ച് പറയുക തൊട്ടി എന്ന് തൊട്ടതിന് DYSP റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഇതേപോലെ ഇമാതിരി പോസ്റ്റ് ഇടുന്ന ഇത്തരം മധുബാബുമാരെ നിലയ്ക്ക് നിർത്തുക എന്നുള്ള അതുകൊണ്ടാണല്ലോ ഈ തൊട്ടി എന്നും തൊട്ടി തന്നെ എന്ന് പറഞ്ഞ ആൾ ഇന്ന് ഒരു പോലീസ് സ്റ്റേഷൻ വന്ന ഒരാളെ വിളിച്ച തെറി. അത് അത്ഭുതമൊന്നുമില്ല. അതെ, അത്തരം ശബ്ദങ്ങൾ പുറത്തു വന്ന ഒരൊറ്റ കാരണം അത് ഇയാളെ ഈ സ്ഥലത്ത് നീ തൊപ്പി ഉരിച്ച് വീട്ടിലിരുത്തിക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള തൻ്റെ ഇടം പിണറായി സർക്കാരിനുണ്ടോ? അതിനുള്ള തൻ്റെ ഇടം ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ കാണിക്കുമോ? ഇപ്പോൾ ജോലിയിലുള്ള DYSPക്ക് അങ്ങനെ ഇടാൻ പാടില്ല. ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, കോർഡിനേറ്റർ ഏമാന് റിട്ടയർമെന്റിന് ശേഷം ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് തുടങ്ങുകയാണ് പുതിയ പണി. ഇതെല്ലാം കൊണ്ടുവരുന്നത് ഏതോ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. ഇതേപോലൊരു DYSP ഇങ്ങനൊരു ഭാഷ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇയാളെക്കുറിച്ച് ഇനി എന്താ പറയുക? അസഭ്യം പറയുന്നത്, ആൾക്കാരെ തല്ലിച്ചതയ്ക്കുന്നത്, ചൊറിയണം തേക്കുന്നത് ഒക്കെയാണ് ഈ പറയുന്ന കക്ഷിയുടെ ജോലി, മധുബാബുവിൻ്റെ ജോലി. അയാൾ ഇപ്പോഴും DYSP ആയി ആലപ്പുഴയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഒരു നിമിഷം പോലും ഇയാൾക്ക് ആ പദവിയിൽ തുടരാനുള്ള യോഗ്യതയില്ല എന്നുള്ളത് ഈ FB പോസ്റ്റിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാണ്. അവനെ ഒന്നുകൂടി വ്യക്തമാക്കി തന്നിരിക്കും. റൈറ്റ്. അപ്പോൾ സർക്കാരിൻ്റെ രക്ഷാപ്രവർത്തനമോ എന്ന ചോദ്യത്തിന് 3 പേർ യെസ് എന്നും ഒരാൾ നോ എന്നും.